ഇന്ത്യൻ ടൈം 7:30ക്ക് വരുമെന്ന് പറഞ്ഞിരുന്ന ട്രെയിലർ വന്നത് വെളുപ്പാൻ രാവിലെ 4 മണിക്ക്. ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. ഞാൻ 3:30ക്ക് പോയി കിടന്ന് ഉറങ്ങിയിട്ട് പോലും ഞാൻ ഈ കാര്യം അറിഞ്ഞില്ല. എന്നിട്ട് നേരം വെളുത്ത് എണീറ്റപ്പോഴത്തേക്കും എന്റെ ഫോണില് മൊത്തം ലിങ്കുകളും കാര്യങ്ങളും ഇങ്ങനെ ഓരോരുത്തര് അയച്ചേക്കുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ റോക്ക് സ്റ്റാർ. ഞാൻ പിന്നെ ക്ലോസ് ചെയ്തു. ഞാൻ എടുത്തില്ല. ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്യുവായിരുന്നു. ഇതെനിക്ക് കാണണം. എനിക്ക് മൊബൈലിൽ കണ്ടാൻ പറ്റൂല. വലിയ സ്ക്രീനിൽ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവായിരുന്നു. അവസാനം ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷായി മുഖമൊക്കെ കഴുകി ദാ ഇവിടെ വന്നിരിക്കുവാണ് കാണാനിട്ട്. മോനെ നമ്മുടെ എത്ര വർഷത്തെ കാത്തിരിപ്പാ. 2013 അവസാനത്തെ GTA 5 ഇറങ്ങിയത്. അതിനുശേഷം ഇത്രയും വർഷം എടുത്തിട്ടാണ് അവര് ഈ ഒരു GTA ഗെയിം കൊണ്ടുവരാനായിട്ട് പോകുന്നത്. എന്റെ എക്സ്പെക്ടേഷനൊക്കെ ഇങ്ങനെ ടെമ്പടിച്ച് മുകളിലോട്ട് കേറി നിക്കുവാ. ഞാനൊരു ആർഡിആറിന്റെ ആ ഒരു 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 മിനിമം ക്വാളിറ്റി എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ അപ്പുറം പോവോ? എനിക്കറിയത്തില്ല. എനിക്ക് ഇനി ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാൻ വയ്യ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗയ്സ്. ആ! എനിക്ക് ഒന്നും കൂടെ കാണണം. എനിക്ക് ഒന്നും കൂടെ കാണണം. എടാ, എടാ എന്റെ അമ്മോ! ഓക്കെ. Lucia, ഇതാണ് നമ്മുടെ do you know ഫസ്റ്റ് why you're here? Bad luck, I guess. ആഹ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ കേട്ടോ. പ്ലേയബിൾ ക്യാരക്ടർ ലൂസിയ. പുള്ളിക്കാരി ഒരു ജയിലിനകത്താണിപ്പോ. യെസ്. ആണ് നമ്മുടെ ആർഡിആറിൽ ഇങ്ങനത്തെ ഒരു വൈൽഡ് ലൈഫ് സംഭവം ഉണ്ട് കേട്ടോ. അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പക്ഷെ അതീന്ന് കുറച്ചും കൂടി മോനെ ഗ്രാഫിക്സ് എന്റെ അമ്മോ! ഒരു രക്ഷയില്ല. ഓഹ്! ഇത്. ഇതാണ് ഞാൻ ട്രെയിലർ കണ്ടോണ്ടിരുന്നപ്പോഴും പറഞ്ഞത്. കിടിലൻ കേട്ടോ. ആ പെണ്ണുപിള്ള പറയുന്ന ആ മറ്റേ വെയിറ്റ്. Well, നെയ്ബർഹുഡ് വാച്ച് ഡോണ്ട് പ്ലേ അറൗണ്ട് ഇൻ ഹെൽമെറ്റ്. ലുക്ക് ഹൂസ് ബാക്ക്. look who's back. The only way ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലേബിൾ ക്യാരക്ടർ കേട്ടോ, റോണി. we're gonna get through this is by sticking together, being a team. ഓ!
ഷോട്ട് കണ്ടാ എന്റെ അമ്മോ ഏതാ Trust? Trust. സാധനം പി സിക്കില്ല ഗായ്സ്, പി സിക്കില്ല. സോ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഞാൻ എടുത്തേ പറ്റുള്ളൂ, ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റൂല. സോ PS5 ഞാൻ പ്രോ എഡിഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ PS5 ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാര്യം PS5ൻ്റെ പ്രോ എഡിഷൻ വരുന്നുണ്ട്, അത് വന്നിട്ട് മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ സാധനം 2025 വരെയുള്ളൂ, അപ്പോഴത്തേക്കും പ്രോ എഡിഷനും കൂടെ വരും. എന്നിട്ട് നിങ്ങൾ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഗെയിമുകളൊക്കെ കളിക്കാം. പക്ഷേ അത് PC-യിൽ കളിക്കാൻ പറ്റുന്ന ഗെയിമുകളാണ് ഇറങ്ങിയത്. പക്ഷേ ഈ ഒരു സാധനം ഇറങ്ങുമ്പോൾ എന്തായാലും നല്ല അത്യാവശ്യം അടിപൊളി സ്പെക്ക് 2-3 വർഷം കഴിഞ്ഞിട്ട് PC-യിൽ വരുമ്പോൾ എന്തായാലും വേണ്ടി വരും. നിങ്ങളൊരു 5 സീരീസ് ഒക്കെ വരാൻ പോവുകയാണ്. സോ ഇതിൻ്റെ അൾട്രയും HD ഒക്കെ കളിക്കാൻ പറ്റുന്ന മിക്കവാറും 5 സീരീസിലായിരിക്കും. ഒരു മീഡിയം സെറ്റിങ്സ് വന്നിട്ട് ഒരു 40 സീരീസ് ആൻഡ് ലോ സെറ്റിങ്സ് അങ്ങനെ ഉള്ള റെക്കമെൻഡ് വരുന്നത് ഒരു 30 സീരീസ് ആയിരിക്കും. സോ PC അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ. അത് ഒരു ടൈം വീണ്ടും ഉണ്ട്, ഒരു 3 ഇയർ 2 ഇയർ നമുക്ക് ടൈമുണ്ട്. ആൻഡ് PS5 മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പം വാങ്ങണ്ട, പ്രോ എഡിഷൻ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അമ്പോ ഓഹോ വെയിറ്റ് ചെയ്തതിന് ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ഒരു ഉപയോഗം ഉണ്ടായി കേട്ടോ. ബ്രോ ഇത് വേറെ ലെവൽ സാധനമായിരുന്നു. താങ്ക് യു റോക്ക് സ്റ്റാർ. എക്സ്പെക്ടേഷൻ കൊണ്ട് തൊലച്ചില്ല. താങ്ക് യു. അതങ്ങനെയാണല്ലോ റോക്ക് സ്റ്റാർ.